ഒരു കുട്ടിക്ക് ചിലവാകും മനസ്സിലായി. അപ്പൊ അത് അത്രയും ഓരോ കൊല്ലവും കിട്ടണമെങ്കിൽ 130,000 1,30,000 രൂപ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ 10,000 രൂപ വെച്ച് കൊല്ലത്തിൽ കിട്ടും. അപ്പൊ ഈ 10,000 രൂപയ്ക്ക് ഒരു കുട്ടി 11 പാസ്സായിട്ട് 12 തീർക്കും, ആ കുട്ടിക്ക് തന്നെ 10 രൂപ കൊടുക്കും. പിന്നെ ഒരു കുട്ടി 11 തുടങ്ങിയ അതിന് രണ്ടാമത്തെ കുട്ടിക്കും ആദ്യത്തെ കുട്ടിക്ക് 130,000 വിചാരിച്ചിലേക്ക് കൊടുത്തു. ഇത് ബാങ്കിനോട് അതിന് വ്യവസ്ഥ ഇല്ലാന്ന് വെച്ചാൽ അതനുസരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാനാണ് പറഞ്ഞു കൊടുത്തത്. രണ്ടാമത്തെ കുട്ടിക്ക് കൊടുക്കാൻ പിറ്റേ കൊല്ലം പള്ളിക്കുന്നു 130,000 രൂപയും ചെക്കുമായിട്ട്. അപ്പോൾ മനസ്സിലായി അച്ഛൻ ഞാൻ വിചാരിക്കുന്ന കുട്ടിക്കല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അച്ഛന് വേറെ മാനദണ്ഡമുണ്ട് വേറെ സെലക്ട് ചെയ്യുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ 10,000 രൂപ മാത്രം ആ കൊല്ലത്തേത് മാത്രം കൊടുത്തു. 130,000 രണ്ടാമത് കൊടുത്തില്ല. പിന്നെ ഇവിടെ വന്ന് ഇവിടെ ചില കുഴപ്പമുണ്ടായിരുന്നു. അരമനയിൽ ഇത് രജിസ്റ്റർ ചെയ്യണമായിരുന്നു, ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഈ കോട്ടയം കഴിച്ചിൽപ്പെട്ട കുട്ടികളെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് വന്നില്ല. അത് വേണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവര് സമ്മതിച്ചില്ല. പിന്നെ ബിഷപ്പിനെ കണ്ടു. ബിഷപ്പ് അങ്ങനെ തന്നെ എഴുതി കൊടുത്തു. മാരുടെ എന്റെ പള്ളിയിലോട്ട് കൽപ്പന അയക്കാൻ പറഞ്ഞു. അത് ചെയ്തില്ല. ഞാൻ രണ്ടാമതും പോയി അച്ഛനെ കണ്ടു. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പുള്ളി ഫോർ ഫിനാൻസ് സ്റ്റുഡൻസ് എന്ന് എഴുതി തന്നു. പിന്നെ ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ തുക 130,000 അച്ഛന്റെ പേരിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് സ്കോളർഷിപ്പിനുള്ള തുകയാണ് എന്ന് ബാങ്കിനോട് റിവീൽ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് അച്ഛൻ എപ്പോ വേണമെങ്കിലും എടുക്കുമെന്നും എനിക്കറിയില്ല. എപ്പോ വേണമെങ്കിലും എടുക്കാം. അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ഇപ്പൊ ഇത് ഒടുവിൽ ഞാൻ പിതാവിന് എഴുത്തു വച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഞാൻ അതിന് റിപ്ലൈ വന്നില്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ May 24 ഞാൻ അരമനയിൽ പോയി പിതാവിന്റെ സെക്രട്ടറിയോട് ഈ വിവരം മുഴുവൻ പറഞ്ഞതാണ്. പറഞ്ഞത് മുഴുവൻ സെക്രട്ടറി എഴുതിയെടുത്തു. പിറ്റേ ദിവസം വികാരി ഒരാളിനെ കൊണ്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. ആരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. ഇതിപ്പോ എന്റെ കുട്ടികളുടെ കാര്യം കഷ്ടത്തിനായി എന്റെ പോയിപ്പോയി. ഇനി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പറയുന്നു. അങ്ങനെയാണ് നിൽക്കുന്നത്. വായിച്ചു നോക്കുമ്പോൾ എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ കാണുമായിരുന്നു. ലോ ഒന്ന് അറിയുകയും ചെയ്യണത്. ഇങ്ങനെ എനിക്ക് പറ്റിയ മനസ്സിൽ വേറെ ആരും അറിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നടന്നതൊക്കെ നിർദ്ദേശിച്ച തരത്തിലല്ല. ഒരു പ്രാവശ്യം കൊടുത്തത് എന്തോ അഭിഹിത ബന്ധം ഉപയോഗിച്ചുള്ള ഒരു സ്വാധീനത്തിന് ഫലമായിട്ട് ഒരു കുട്ടിക്ക് കിട്ടിയെന്നൊക്കെയാണ് ആക്ഷേപം. എന്തായാലും നാട്ടാൻ കഴിയുന്ന നല്ലൊരു വാർത്തയല്ല. ഈ പുരോഗതിനെ കുറിച്ച് നിരന്തരമായി ഒരുപാട് മോശപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പത്രത്തിലേക്ക് വന്നിട്ടുള്ള വാർത്തയായിരിക്കാം. ഉപരകഥയിൽ വികാരിയായിരുന്നപ്പോ ഒരു അവിഹിത ബന്ധത്തിന്റെ പേരിൽ നാട്ടുകാർ പിടികൂടുകയും അടികൊടുക്കുകയൊക്കെ ചെയ്ത രംഗങ്ങളുണ്ടായിട്ടുണ്ട്. സഭയുടെ മേലധ്യയിൽ നിന്നും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ അത്തരം ഒരു പാരമ്പര്യമുള്ള ആളായതുകൊണ്ട് തന്നെ ഇത് അപകടകരമായ ഒരു സംഗതിയാണ്. ഇത് ശരിയായ രീതിയിൽ പോവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നതിന് ഫലമായി സംഘടന അതിനുവേണ്ട സഹായവും ഒത്താശയും നൽകുന്നതാണ്.
എന്ത് നടപടി സ്വീകരിച്ചാലും ഇതിന്റെ പേരിൽ വേണ്ട സഹായം ഞങ്ങൾ നൽകും. നിയമപരമായിട്ടോ സംഘടനാപരമായി തന്നെ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങളുടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഈ രീതിയിൽ പോരാട്ടത്തിൽ ഞങ്ങൾ KCR അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും.